ശ്രീ ജയചന്ദ്രൻ, നമ്മൾ കാണുകയാണ് ഇന്ന് കെ മുരളീധരൻ വളരെ സർക്കാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കളുടെ പ്രസ്താവനകളും അവരുടെ അണികളുടെ റീലുകളുമൊക്കെ അത്തരമൊരു വെടിക്കെട്ടായി കണ്ടാൽ മതി. അദ്ദേഹം പോലും ഇതിനെയൊക്കെ ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അദ്ദേഹത്തിന് പോലും ഒരു വിശ്വാസമില്ല ഇപ്പോഴും UDF ഒരു കരയ്ക്ക് അടുക്കും എന്ന കാര്യത്തിൽ. ശ്രീ ജയചന്ദ്രൻ, അതിത് മുരളീധരൻ തമാശയായിട്ട് ആണ് അവതരിപ്പിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ നേതൃത്വം എത്ര നിസ്സഹായമായ അവസ്ഥയിലൂടെയാണ് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലുൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടി അകപ്പെട്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു നിസ്സഹായാവസ്ഥയുണ്ട്. ഇന്നലെ പത്രങ്ങളിലെല്ലാം KPCC പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് അടിച്ചു വരുന്ന അതേ ദിവസം തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ബാക്ക് പേജിൽ ഫുൾ പേജ് പരസ്യം ചെന്നിത്തലയുടെ വരുന്നത്. ലോങ് മാർച്ച് ഓഫ് എ കോൺഗ്രസ് മാൻ, ഒരു കോൺഗ്രസ്സുകാരന്റെ ദീർഘപ്രയാണം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലുള്ള KSU കാലം മുതൽ ഇതുവരെയുള്ള ആ ഒരു വഴികളെ കുറിച്ച് പറയുന്ന ഒരു ഫുൾ പേജ് പരസ്യം. അപ്പൊ അതേ പത്രത്തിലടക്കം അടിച്ചു വരുന്നുണ്ട് പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന KPCC പ്രസിഡന്റിന്റെ. കേരളത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാന പ്രകാരം അതിന്റെ അവസാന വാക്ക് PCC പ്രസിഡന്റാണ്. ആ PCC പ്രസിഡന്റിന്റെ വാക്കിന് പോലും പുല്ല് വരെ കൽപ്പിച്ചുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല, അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്, അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ ഇവിടെ പരസ്പരം പടവെട്ടുന്നത് നേരിട്ട് പറയാതെ പരോക്ഷമായി എല്ലാവരെയും അത് ബോധിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോരോ നടപടിക്രമങ്ങളിലേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ പാർട്ടി അകപ്പെട്ടിരിക്കുന്ന അത്യന്തം ഗുരുതരമായ ഒരു നിസ്സഹായ അവസ്ഥ, ദയനീയാവസ്ഥ കേരളീയരെ, മലയാളികളെ ആകമാനം കാണിച്ചു തരുന്നത്. ഇത് ഇനി ഇപ്പോ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ, ഒരാഴ്ച മുമ്പ് തന്നെ ഈ നിലയിലാണ് കാര്യങ്ങൾ ഇവർക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നതെങ്കിൽ ഇനി ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഓർക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ പേടി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, പാർട്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് വാസ്തവത്തിൽ പേടി വരുന്നുണ്ട്. എങ്ങോട്ടാണിത് ഈ നേതാക്കൾ ഈ പാർട്ടിയെ കൊണ്ടുവന്ന് ഏത് പടുകുഴിയിലേക്കാണ് തള്ളാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ അത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടും കേൾക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊടുവിലാണ് ഇന്ന് ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന KPCC പ്രസിഡന്റ് വരുന്നത്. ഇനിമേലാൽ എന്ന് പറഞ്ഞ അടുത്ത വടിയെടുത്തു കഴിഞ്ഞു അദ്ദേഹം. ഇന്നലെ വേറൊരു ഇനിമേലാൽ വന്നു, അത് കഴിഞ്ഞാണ് ഇനി വേറൊരു ഇനിമേലാൽ വരുന്നത്. ഇങ്ങനെ എത്ര ഇനിമേലാൽ നമ്മളിൽ കേൾക്കാനിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു മുരളീധരൻ പറഞ്ഞത് ഇതൊക്കെ ഒരു തമാശാണ്. ആരുടെ KPCC പ്രസിഡന്റിന്റെ ഇനിമേലാൽ മുന്നറിയിപ്പുകളും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നേതാക്കളുടെ അവരുടെ അണികളിലൂടെയുള്ള ഓരോ തരത്തിലുള്ള പ്രക്ഷേപണങ്ങളും ഒക്കെ നടക്കുന്നത് തമാശ മാത്രമാണ്.